ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് യുഎസ് ഇടപെട്ടെന്ന അവകാശവാദം ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരോട് തന്റെ ഭരണകൂടത്തിന് വ്യാപാരം സാധ്യമല്ലെന്ന് ഇരു രാജ്യങ്ങളോടും പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനെയും പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾ തടഞ്ഞു. അതൊരാണവ ദുരന്തമായി മാറിയേനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രംപ് സർക്കാരിൽ നിന്ന് പടിയിറങ്ങുന്ന ശതകോടീശ്വരൻ ടെസ്ല സിഇഒ ഇലോൺ മസ്കിനൊപ്പം ഓവൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കൾക്കും എന്റെ ജനങ്ങൾക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു. പരസ്പരം വെടിവെക്കുകയും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവരുമായി ഞങ്ങൾ വ്യാപാരം നടത്താൻ കഴിയില്ല എന്നും പറഞ്ഞു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെ മഹത്തായ നേതാക്കളാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. അവർ സമ്മതിച്ചു. അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവർ യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾ തടയും. കാരണം ആത്യന്തികമായി മറ്റാരേക്കാളും നന്നായി നമുക്ക് പോരാടാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം നമുക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ നമുക്കുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 6 അർദ്ധരാത്രി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറോടെയാണ് ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ചത്. 4 ദിവസത്തെ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ധാരണയിലുമെത്തി. ഇരു രാജ്യങ്ങളുടെയും DGMOമാർ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. മൂന്നാം കക്ഷി ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യ നേരത്തെയും പറഞ്ഞിരുന്നു. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ അടക്കമുള്ള പാകിസ്ഥാൻ ഭീകരത ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പിന്തുണ ഉറപ്പിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസി ന്യൂയോർക്കിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിനു ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ കാണുന്ന ആശയക്കുഴപ്പം പരിഹരിക്കാൻ വിദേശകാര്യ സെക്രട്ടറിമാർ ശ്രമിക്കും. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ കടന്നുവരവ്. ഡൽഹിയിൽ ചേർന്ന NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നുവെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നതിനു പിന്നാലെ അതിന് വഴിവെച്ചത് തന്റെ ഇടപെടലാണെന്ന അവകാശവും വാദവുമായി US പ്രസിഡന്റ് നേരത്തെയും രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയത്. പൊതുപെടുത്ത് നടത്തുന്ന പ്രസ്താവനകൾ നിയന്ത്രണം പാലിക്കണമെന്ന് യോഗത്തിൽ നേതാക്കൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അച്ചടക്കത്തോടെയുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച പ്രധാനമന്ത്രി എന്തും എവിടെയും പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന ട്രംപിന്റെ വാഗ്ദാനവും ഇന്ത്യ നേരത്തെ തള്ളി. ജമ്മു കശ്മീരിനെ കുറിച്ച് ഇന്ത്യക്ക് കാലങ്ങളായി നിലപാടുണ്ട്. ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ഏത് വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി തലത്തിൽ ചർച്ച ചെയ്യണം. ഈ നയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പാക് ദിന കശ്മീർ വിട്ടു നൽകണം. പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറിയ ഇന്ത്യൻ ഭൂഭാഗം സംബന്ധിച്ചുള്ളതാണ് നിലവിലുള്ള വിഷയമെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു. പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറായത് ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ നിലപാടുകൊണ്ടാണ്. ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ പാകിസ്ഥാന്റെ സൈനിക ശേഷി കുറച്ചു. ഇവയെ നേട്ടമാക്കി ചൂണ്ടിക്കാട്ടാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ US വ്യാപാര കോടതിയും രംഗത്തെത്തിയിരുന്നു. ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. കൂടാതെ നികുതി ഏർപ്പെടുത്തിയ നടപടിയും തടഞ്ഞിട്ടുണ്ട്. വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന US ഫെഡറൽ കോടതിയായ മാൻഹാട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതിയുടേതാണ് നടപടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.